ശിവദാസൻ എം പി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ശിവദാസൻ, ഈ ബില്ല് ഇപ്പോൾ ലോക്സഭയിലാണ് ഇന്ന് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്നത്. സാധാരണക്കാർ നോക്കുമ്പോൾ അത് കൊള്ളാം, നല്ല കാര്യം എന്ന നിലയിൽ ആളുകളെ ഒറ്റ വായനയിൽ തോന്നിപ്പിക്കും വിധത്തിലേക്ക്, ആകർഷിക്കാൻ കഴിയും വിധത്തിലേക്കുള്ളൊരു ബില്ലിൻ്റെ രൂപീകരണം, ഒരു നിയമ ഭേദഗതിക്കുള്ള നീക്കം എന്ന് കാണാം. പക്ഷേ ഏതൊക്കെ തരത്തിലാണ് ഇതിനെ പ്രതിപക്ഷം സമീപിക്കുന്നത്? വളരെ ഗൗരവമായ ചർച്ചകൾ ഇതിൽ നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണോ പ്രതിപക്ഷത്തിൻ്റെ നിലപാട്? ഇന്ന് ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗമുണ്ട് എന്നും കേൾക്കുന്നുണ്ടല്ലോ. ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തര നിയമനിർമ്മാണമാണ് BJP RSS ശക്തികൾ ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് ലോകസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന 3 ബില്ലുകൾ. അത് നമ്മെ എല്ലാം സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്നതാണ്. സംസ്ഥാനങ്ങളിലെ മന്ത്രിസഭയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് 30 ദിവസത്തിനകം അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കാൻ കഴിയുന്ന നിലയിൽ, മന്ത്രിസഭയെ അട്ടിമറിക്കാൻ കഴിയുന്ന നിലയിൽ ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തെ എല്ലാ അർത്ഥത്തിലും വിലങ്ങിടാൻ പറ്റുന്ന നിലയിൽ കേന്ദ്ര സർക്കാരിന് അവസരമൊരുക്കി കൊടുക്കുന്ന ഒരു സമീപനമാണ് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത്. രാജ്യത്തെ യൂണിയൻ ഗവൺമെന്റ് ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധതയുടെ ഇത്തരത്തിലുള്ള നടപടികൾ ഒരു കാരണവശാലും ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതായത് താങ്കൾ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് BJP ഇതര പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ വലിയ തോതിൽ കടന്നാക്രമണം നടത്തുക, ആ നിലയിൽ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗിക്കുക, നമ്മൾ നിരവധി ഉദാഹരണങ്ങൾ കണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളൊക്കെ എത്രയോ കാലം ജയിലിൽ കിടക്കുന്നത് നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിയായിരിക്കെ കേരളമടക്കം എത്രയോ സംസ്ഥാനങ്ങളിൽ അത്തരത്തിലേക്കുള്ള കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗിച്ചുകൊണ്ട് കടന്നു കയറാൻ ശ്രമിച്ചു. കേരളമാണ് അതിനെ ചെറുത്തുനിന്ന അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്ന്. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് നേരെയൊക്കെ എന്തൊരു ആക്രമണമാണ് മോദി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ അതിനെയൊക്കെ രാഷ്ട്രീയമായ അടക്കം ചെറുത്തു നിൽക്കാൻ കേരളത്തിന് കഴിയുമായിരുന്നു. പക്ഷേ ഈ പുതിയ നിയമ ഭേദഗതി കൂടി ഇത്തരം കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗിക്കുന്നതിനൊപ്പം ഈ നിയമ ഭേദഗതി കൂടി വരുന്നത് കാര്യങ്ങളെ കൂടുതൽ കൈപ്പിടിയിലാക്കാനുള്ള മോദി സർക്കാരിൻ്റെ BJPയുടെ നീക്കത്തിൻ്റെ ഒരു പ്രകടമായ ലക്ഷണമാണോ? EDയെയും CBIയെയും മറ്റ് അന്വേഷണ ഏജൻസികളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മന്ത്രിമാരെ, മുഖ്യമന്ത്രിയെ, മറ്റ് പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ബില്ല് എന്നുള്ളത് ഒന്നാമത് സംശയമില്ല. നേരത്തെ കേജ്രിവാളിന്റെ അറസ്റ്റ് ആയാലും ജാർഖണ്ഡിൽ ഇവരെടുത്തിട്ടുള്ള സമീപനാണെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള വേട്ടയാടലുകളായാലും ഇതെല്ലാം രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിലുള്ള ചിത്രമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാം അതിജാഗ്രതയോടുകൂടി നേരിടേണ്ടുന്ന ഒരു വിഷയമാണിത്. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഇതിനെതിരായി അണിനിരക്കുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. BJPയിലെ തന്നെ സഖ്യകക്ഷികളായി നിൽക്കുന്ന NDA സഖ്യകക്ഷികളായിട്ടുള്ള ആളുകളും ഈ ബില്ലിനെ അനുകൂലിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ജനാധിപത്യത്തോട് അല്പമെങ്കിലും ബഹുമാനവും ആദരവുമുള്ള ഒരാൾക്കും പിന്തുണക്കാൻ പറ്റുന്നതല്ല ഇപ്പോൾ ഇവർ നടപ്പിലാക്കാൻ പോകുന്ന, ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി, അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്ന ഈ ബിൽ എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. റൈറ്റ്. ഇപ്പോൾ ഡോക്ടർ V. ശിവദാസൻ MP ആണ്, രാജ്യസഭാംഗമാണ് ഇപ്പോൾ സംസാരിച്ചത്.